പത്തരമാറ്റ് സീരിയലിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അബിയും നവ്യയും കൂടി അങ്ങനെ പുറത്തു പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോകുന്നത് ഒരു പൂക്കടയുടെ അടുത്താണ്. അങ്ങനെ പൂക്കടയുടെ അടുത്ത് എത്തുമ്പോൾ അബിയുടെ അടുത്ത് നവ്യ പറയുകയാണ്, അബി എനിക്ക് പൂ വാങ്ങിത്താ എന്ന് പറയും. അപ്പോൾ അബി പറയും, ഞാൻ വാങ്ങിത്തരില്ല, എൻ്റെ കയ്യിൽ കാശൊന്നും ഇല്ല എന്ന് പറയും. അപ്പോൾ നവ്യ പറയും, ഇല്ല എനിക്ക് പൂ വാങ്ങി തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് നവ്യ അബിയെ ആ പൂക്കടയിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അവരടുത്ത് പൂ ചോദിക്കുമ്പോൾ നവ്യ പറയും, എത്ര പൂ വേണമെന്ന് പൂക്കടക്കാരിയുള്ള ചേച്ചി ചോദിക്കുകയാണ്. അപ്പോൾ നവ്യ പറയുകയാണ്, എനിക്ക് 5 മുഴം പൂ വേണം. അപ്പോൾ അത് ചോദിക്കുക, 5 മുഴം പൂ നിനക്കെന്തിനാന്ന് ചോദിക്കും. അപ്പോൾ നവ്യ പറയാം, കുറച്ച് തലയിൽ വയ്ക്കാനും കുറച്ച് കഴുത്തി ചുറ്റാനും എന്ന് പറയും. അപ്പോൾ എത്ര രൂപയായെന്ന് അഭി ചോദിക്കുകയാണ് ചേച്ചിയോട്. അപ്പോൾ ചേച്ചി പറയും 300 രൂപയായി എന്ന് പറയും. അപ്പോൾ അഭി ചോദിക്കുകയാണ് 300 രൂപയോ എന്ന്. അപ്പോൾ ചേച്ചി പറയും, മോൻ്റെ ചേട്ടൻ വന്ന് എപ്പോഴും പൂ വാങ്ങിക്കൊണ്ട് പോകും, എന്നിട്ട് 300 രൂപയുടെ പൂവിന് 500 രൂപയാണ് തരുന്നത് എന്ന് പറയും. അപ്പോൾ അഭി പറയും, ഞാൻ ചേട്ടൻ്റെ കടയിൽ നിൽക്കുന്ന ജോലിക്കാരനാണ്, എനിക്ക് ബാക്കി വേണം എന്ന് പറയുമ്പോൾ ആ ചേച്ചി ബാക്കി 200 രൂപ കയ്യിൽ കൊടുക്കും. എന്നിട്ട് നവ്യയും അബിയും കൂടി കാറിൽ ഇരിക്കുമ്പോൾ നവ്യ പറയും, എനിക്ക് നീ പൂ തലയിൽ വെച്ച് താ എന്ന് പറയും. അപ്പോൾ അബി ശ്രദ്ധിക്കാതെ ഇരിക്കുകയാണ്. അപ്പോൾ വീണ്ടും നവ്യ പറയുകയാണ്, എനിക്ക് തലയിൽ പൂ വെച്ച് താ എന്ന് പറയും. അപ്പോൾ അബി പറയും, ആരെടുത്താ പറഞ്ഞത്, എൻ്റെ അടുത്തോ? അപ്പോൾ നവ്യ പറയും, പിന്നെ വേറെ ആരെങ്കിലും ഈ കാറിൽ ഇരിക്കുന്നോ എന്ന് പറഞ്ഞ് മനസ്സോടെ അബി ഇരിക്കുകയാണ്. അപ്പോൾ നവ്യ പറയാണ്, നിൻ്റെ ചേട്ടൻ എനിക്ക് പൂവൊക്കെ വെച്ച് കൊടുക്കുമല്ലോ എന്ന് പറയാം. അപ്പോൾ അബി പറയും, ഞാനിതൊന്നും നോക്കിക്കൊണ്ട് നടക്കില്ല, ആരാർക്ക് പൂ വെച്ച് കൊടുക്കുമെന്ന്. അപ്പോൾ നവ്യ പറയും, നീ എന്തൊക്കെയായാലും നീ എനിക്ക് പൂ വെച്ച് തന്നേ പറ്റൂ എന്ന് പറയും. അപ്പോൾ അബിയാണെങ്കിൽ മനസ്സോടെ ആ പൂ വാങ്ങിച്ച് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നവ്യ പറയാണ്, പൂ നേരെ വെച്ചില്ലെങ്കിൽ എവിടെയെങ്കിലും കളഞ്ഞു പോവുകയാണെങ്കിൽ അടുത്ത് നീ വീണ്ടും വാങ്ങിത്തരുമേ എന്ന് പറയും. അപ്പോൾ നേരെ വെച്ചോ എന്ന് നവ്യ അബിയോട് പറയുന്നു. ഇത് കഴിഞ്ഞ് അബി ചോദിക്കുകയാണ്, ഇനി എങ്ങോട്ടാണ് പോവേണ്ട? അപ്പോൾ അബി പറയാണ്, ഇനി ഏതെങ്കിലും നല്ല ഹോട്ടലിലേക്ക് വിട്ടോ എന്ന് പറയും. അപ്പോൾ അബി ചോദിക്കുക, എന്താ ചിക്കനും ഒക്കെ കഴിക്കാനാണോ എന്ന് ചോദിക്കും. അപ്പം എന്ന് അബി നല്ല സന്തോഷത്തിലാണ് ചോദിക്കുന്നത്. അപ്പോൾ നവ്യ ഇത് കണ്ടിട്ട് ചോദിക്കുകയാണ്, എന്താ നീ പറയുന്നത്, നീ മലയ്ക്ക് പോകാൻ മാലയിട്ടിട്ട് നീ ഇങ്ങനെയുള്ള സംസാരമൊന്നും സംസാരിക്കല്ലേ എന്ന് അബിയെ വഴക്ക് പറയുന്നു. ഇത് കഴിഞ്ഞ് വരുമ്പോൾ നയനയാണെങ്കിൽ പതുക്കനെ അച്ഛനെ സഹായിക്കാൻ എന്ന് വേണം വന്നിരിക്കുകയാണ്. അച്ഛൻ ന്യൂ ഇയർ ആയിട്ട് നല്ല വർക്ക് ഉണ്ടായിരുന്നല്ലോ, അപ്പോഴേ എനിക്കൊന്നും ചെയ്തു തരാൻ പറ്റിയില്ല, അതുകൊണ്ട് അച്ഛനെ ഒന്ന് സഹായിക്കാൻ ഞാൻ വന്നതാണെന്ന് പറയാം. അപ്പോൾ അച്ഛൻ പറയും, മോളെ നിൻ്റെ അസുഖമെല്ലാം ഭേദമായിട്ട് നമുക്ക് നോക്കാമെന്ന് പറയും. അപ്പോൾ ഞാൻ പറയും, ഇല്ല അച്ഛ, ഡോക്ടർ എൻ്റെ അടുത്ത് പണിയൊന്നും ചെയ്തുകൂടാന്ന് പറഞ്ഞിട്ടില്ല, കുറച്ചൊക്കെ പണികൾ എടുക്കാമെന്നാണ് പറഞ്ഞ്, അതുകൊണ്ട് ഞാൻ അച്ഛനെ സഹായിക്കാൻ വന്നിരിക്കുകയാണ് എന്ന് പറയും. അച്ഛൻ പറയും, വേണ്ട മോളെ എന്നിങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ആദർശ് കയറി വരുന്ന. ആദർശ് മോൻ വന്നെന്ന് പറയും, ഇരിക്കും മോനെ എന്ന് പറയും. എന്നിട്ട് ആദർശ് ആ കാര്യം അങ്ങോട്ട് നയനയോട് പറയുകയാണ്, അമ്മ 50 ലക്ഷം രൂപ തന്നയച്ച കഥ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.